ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. നിലവിൽ ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇതെന്ന് വെച്ചേക്കണേ. പാഷൻ പ്ലസ് പഴയ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2.5 ബാറ്ററിയാണ്, 2.5 അതിൻ്റെ ആംബിയർ. 2025 മോഡൽ ബാറ്ററിയാണെന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഒട്ടും ചാർജ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഫുൾ ചാർജ് പുറമെ എടുത്തിട്ട് ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് കയറ്റിയാണ്. കംപ്ലൈൻറ്റിൻ്റെ കാരണം വെച്ചാൽ വണ്ടിമേന്ന് ചാർജ് ബാറ്ററിയിലേക്ക് ടോപ്പ് ആവണില്ല, വണ്ടിമേന്ന് ചാർജ് ബാറ്ററിയിലേക്ക് കയറുന്നില്ല. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടർ കോയിലിൻ്റെ ഭാഗത്ത് വരുന്ന ലൈറ്റിംഗ് കോയിലാണ് അതിൻ്റെ പ്രോബ്ലം വരാം കേട്ടോ. ഈ ഇരിക്കുന്ന കോയിലാണ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം. അപ്പോൾ ഇത് നിലവിൽ നമുക്ക് ഓൾറെഡി ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഈ ബ്രാൻഡിൽ വന്ന ഐറ്റംസ് ഓൾറെഡി ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. ഒറിജിനൽ പാർട്സും പുറമെ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പുറമെ കിട്ടുന്ന സോഴ്സിൽ നിന്ന് ഐറ്റം എടുത്ത് പർച്ചേസ് ചെയ്ത് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആ രീതിയിൽ ലോക്കൽ പാർട്സ് പറഞ്ഞ് മേടിച്ചതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ജെനുവിൻ പാർട്സ് അല്ല, ഒറിജിനൽ അല്ല. കാരണം ഒറിജിനൽ നമുക്ക് അവൈലബിൾ അല്ല, മേടിക്കാൻ കിട്ടാനില്ല. ഐറ്റം ബ്ലോക്കാണ്, കമ്പനി നിർത്തിയേക്കണാണ്, പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെയിറ്റ് ചെയ്താലും കാര്യമൊന്നുമില്ല, കിട്ടുന്ന സോഴ്സിൽ നിന്ന് സാധനം മേടിച്ച് വെക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നത്. പിന്നെ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് ഇതുമ്മേ ഇരിക്കുന്ന റെക്ടിഫയർ എന്ന് പറയുന്ന യൂണിറ്റൊക്കെ ഇതേപോലെ തന്നെ പുറമേ നിന്ന് വന്നാണ് മോഡലാണ്, ഡ്യൂപ്ലിക്കേറ്റാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മാറ്റിയേക്കണതല്ല, ഇത് ഓൾറെഡി വണ്ടിയുമേ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പാർട്സ് എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ലൈറ്റിംഗ് കോയിലാണ് നമ്മൾ മാറ്റി വെച്ചേക്കണം കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്, നമുക്കൊരു ഗ്യാരണ്ടി വാറണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കമ്പനി പാർട്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിനൊരു വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന രീതിയിൽ മേടിച്ചത് സെറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യാമെന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. സൗണ്ട് എന്ന് പറയുമ്പോൾ പൊടിയൊക്കെ കയറിയിട്ട് വന്ന സൗണ്ട്, ബ്രേക്ക് ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അയച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്ലീൻ ചെയ്ത പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്തും റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വയറിങ്ങിലേക്ക് ഇവിടെ വരുന്ന അഡാപ്റ്റർ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് അഡാപ്റ്റർ മാത്രമായിട്ട് കിട്ടില്ല, വയറിങ് കിറ്റേപ്പാടിയാണ് വരുള്ളൂ. അപ്പോൾ അത് നാട്ടിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. തന്നെയല്ല ഓൾറെഡി അതിൻ്റെയും ജെനുവിൻ പാർട്സ് അവൈലബിൾ അല്ല, കിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇതായിരുന്നു എൻ്റെ പഴയത് കേട്ടോ. മൊത്തം ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ കിട്ടിയൊരു സോഴ്സ്, ഒരു പഴയ ഒരു വയറിങ് കിട്ടിയ ഐറ്റം കട്ട് ചെയ്ത് നമ്മൾ കയറ്റി ഇൻസുലേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. തൽക്കാലം പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ ഒന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തന്നേക്കാം. അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് റിപ്പയർ ചെയ്തൊരു ഏകദേശം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് വർക്ക് ഒന്ന് കംപ്ലീറ്റ് ആവും. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളാം കേട്ടോ. ഓക്കെ.